ലോകാ സമസ്താ സുഖിനോ ഭവന്തു. 3 തരം ബുദ്ധിയുണ്ട്. ഈ 3 തരം ബുദ്ധിയും ഏത് ബുദ്ധി നമുക്ക് വേണം എന്നത് നമ്മളെ തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. വളർത്തണോ തളർത്തണോ എന്നന്വേഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. വായിച്ച് വായിച്ച് വളരുക എന്ന് പഴമക്കാർ പറയും. വായനയിലൂടെ കിട്ടുന്ന അത്രയും അറിവ് വേറെ ഒന്നിൽ നിന്നും കിട്ടൂല. ഇപ്പം വായനയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും അറിവ് ഇതുപോലുള്ള മീഡിയകളിൽ നിന്നും നമുക്ക് ധാരാളം കിട്ടുന്നുണ്ട്. അപ്പം എവിടെയാണോ അറിവുള്ളത് ആ അറിവിനെ വേണം നമ്മൾ എടുക്കാൻ. ആവശ്യമുള്ളത് എടുക്കുകയും ആവശ്യമില്ലാത്തത് കളയുകയും വേണം. അത് ബുദ്ധിയിൽ നിന്നുണ്ടാകുന്ന ഒരു അനുഭവമാണ്. നല്ലതേത് ചീത്തയേത് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം, നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. അപ്പം 3 തരം ബുദ്ധിയാണുള്ളത്. ഒരു ബുദ്ധി എന്ന് പറയുന്നത് അത് നമ്മുടെ വാഴത്തട പോലത്തെ ബുദ്ധിയാണ്. കാരണം അത് നമ്മളൊന്ന് കത്തിക്കാനെടുത്താൽ ഒരുപാട് സമയം എടുത്തേ കത്തുള്ളൂ. രണ്ടാമത്തെ ബുദ്ധി എന്ന് പറയുന്നത് വിറകിന് തുല്യമാണ്, കരിക്കട്ടയ്ക്ക് തുല്യമാണ്. അത് കത്തുന്നത് കുറച്ചുകൂടെ സ്പീഡിൽ കത്തും. മൂന്നാമത്തെ ബുദ്ധി എന്ന് പറയുന്നത് കർപ്പൂര ബുദ്ധിയാണ്. ഈ ബുദ്ധി എന്ന് പറയുന്നത് അരികെ കൂടെ ഒരു ദീപം പോയാൽ മതി, അരികെ കൂടെ ഒരു തീ പോയാൽ മതി, അതങ്ങ് പെട്ടെന്ന് കത്തും. അപ്പോൾ ഏത് ബുദ്ധി വേണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ആ ബുദ്ധിയെ വളർത്തുക തന്നെ വേണം. വളർത്തിയാലേ ഈ ബുദ്ധി വളരുള്ളൂ. വളരാതെ അത് തനിയെ വരും എന്ന് ആരും വിചാരിക്കേണ്ട. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം വായന തന്നെയാണ്. വായനയിലൂടെ ബുദ്ധി വളർത്തിയെടുക്കുക. ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ബുദ്ധി അവരിൽ വളർത്തിയെടുക്കുക. ഇങ്ങനെ എല്ലാം ഞങ്ങളെ കൊണ്ട് സാധിക്കും. അത് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള വിവേകത്തോടു കൂടിയുള്ള ബുദ്ധി നമ്മളിൽ വളർത്തിയെടുത്താൽ നമുക്ക് എത്തേണ്ട സ്ഥലങ്ങളിൽ ചെന്നെത്താൻ പറ്റും. എത്തേണ്ടടുത്ത് നമ്മൾ എത്തണം. എല്ലാവർക്കും അത് പകർന്നു കൊടുക്കണം. നല്ല ബുദ്ധി എല്ലാവർക്കും കൊടുക്കാനായിട്ട് പ്രാർത്ഥിക്കണം. ഈശ്വരന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഈശ്വരൻ അത് നമുക്ക് സാധിച്ചു തരും. അത് 100% സത്യമാണ്. എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടട്ടെ. എല്ലാവരും ഈ മഹാഭാഗ്യം എടുക്കണം. എല്ലാവർക്കും കിട്ടും. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.